നമസ്കാരം, അജീഷ് ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ള കുറച്ച് സാധനങ്ങളായിട്ടാണ് കേട്ടോ, കച്ചവടത്തിനല്ല. കുറച്ച് കണ്ടോ, മാവ്, പാത്രം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, പൂരി ഉണ്ടാക്കാനാണ് കേട്ടോ കേസ് ഞാൻ വന്നിട്ടുള്ളത്. എന്റെ എക്സ്പീരിയൻസിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാല് ഒന്നുമില്ല, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, സ്വന്തമായിട്ട് പഠിച്ചതാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തത് എന്റെ പൂരി ഉണ്ടാക്കൽ എങ്ങനെയാണെന്നുള്ളതും, രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ളവർ എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്നുള്ളതുമാണ്. അപ്പൊ നമുക്ക് പോവാം വീഡിയോയിലോട്ട്. ഗൈസ്, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു പാത്രം എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളമാണോ മാവ് ഇടുന്നത് അത് നിൽക്കാൻ അളവിനുള്ള ഒരു പാത്രം എടുക്കുക. അത് കഴിഞ്ഞിട്ട് എണ്ണ വേണം കേട്ടോ. നിങ്ങൾ എത്രത്തോളമാണോ മാവ് എടുക്കുന്നത് അത്രയാണ് വേണ്ടത്. എനിക്ക് കുക്കറിങ് ഷോയിലുള്ള പോലെ മറ്റേ ഒരു ടേബിൾ സ്പൂൺ എന്നൊക്കെ പറയാനൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ഇവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, ഒരു മിനിറ്റ് അല്ല. അപ്പൊ നമ്മുടെ ഈ മുട്ട ഉണ്ടല്ലോ, ഇതെല്ലായിടത്തും കിട്ടുന്നത് നല്ല നാടൻ മുട്ടയാണ്. നിങ്ങൾക്ക് ഒരു 1 കിലോ 2 കിലോ മാവിലൊക്കെ നിങ്ങൾക്ക് ഒരു 3 മുട്ടയൊക്കെ ഉപയോഗിക്കാം. എനിക്കിവിടെ മുട്ട ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ 1 ഉപയോഗിക്കും. പൊട്ടിയില്ല. ഓക്കെ, പൊട്ടിയിട്ടുണ്ട്. നമുക്ക് നൈസ് ആട്ടിയിലോട്ട് ഒഴിക്കാം. ഇത് എന്തുവാണ് ഗൈസ്, ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉപ്പിടണം. ഉപ്പ് നിങ്ങൾ ആവശ്യം അനുസരിച്ചാണ് ഇടാൻ കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം കയ്യിലിട്ടിട്ടാണ് ഉപ്പിടുന്നത്. കാരണം വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ളവർ ഇങ്ങനെയാണ് കൂടുതലും ചെയ്യാറ്. നമുക്ക് ആദ്യം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറിയൊരു പരിപാടി കൂടിയുണ്ട്. നിങ്ങൾ ഇതിലോട്ട് നോക്കിയാൽ മനസ്സിലാവും, മുട്ട നന്നായിട്ട് ഇതിൽ മിക്സ് ആവണം. നല്ല നാടൻ മുട്ട ആയതുകൊണ്ട് മിക്സ് ആവാൻ ഭയങ്കര പാടായിരിക്കും. അല്പം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണം. അല്പം ജസ്റ്റ് ഒന്ന് ആദ്യം മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതില് ബേക്കിംഗ് സോഡ ഇടണം. ഇതാ ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാനിതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അതാണ് ഞാനിത് എളുപ്പം എടുക്കുന്നത്. സോഡ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം സ്പൂണിൽ. ഓക്കെ, ലേശം ഇട്ടാൽ മതി. അപ്പൊ ഞാൻ അത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇങ്ങനെ ഇളക്കുന്നതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവും. ജസ്റ്റ് അടുത്ത ഷോട്ടിൽ കാണാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ. അത് നിങ്ങൾ എത്രത്തോളമാണോ മാവ് എടുക്കുന്നത് അത്രയും അത് നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ആ ഒരു ഇത് വെച്ചിട്ട് വെള്ളം ഒഴിക്കണം. ഞാനിവിടെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ കുറെ വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ചെയ്തില്ലേ, മുട്ട ഇട്ടു, എണ്ണ ഒഴിച്ചു, പിന്നെന്താ, നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടു. ഇത്രയായിട്ട് നന്നായിട്ടൊന്ന് ഇതിനൊന്ന് ഇളക്കുക. ഓക്കെ, നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യണം. കാരണം മുട്ട നമ്മൾ ഇടുന്നതുകൊണ്ട് തന്നെ അത് എല്ലായിടത്തും ആയിട്ടൊന്ന് ഇങ്ങനെ കലങ്ങി വരാൻ വേണ്ടിയിട്ട് അല്പം സമയം എടുക്കും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് മാവിടാം. ഇതൊക്കെ ആയിട്ടുണ്ട്. മാവ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പിന്റെ മാവാണ് കേട്ടോ. ഇവിടെ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മാവിട്ടെ. നിങ്ങൾക്ക് കുറച്ച് മൈദയിൽ യൂസ് ചെയ്താൽ നന്നായിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ നമ്മുടെ റവ ഇല്ലേ, നമ്മളെ നാട്ടില് റവ എന്നാണ് പറയുന്നത്. നിങ്ങൾ റവ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാനിവിടെ മാവിട്ടു. ഇനിയാണ് നമ്മളിത് പാകപ്പെടുത്തി എടുക്കേണ്ട സമയം. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വെള്ളം അതിൻ്റെ അടിയിലുണ്ട്. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി പാകപ്പെടുത്തുന്നുള്ള സോഫ്റ്റ് ആയിട്ട് എടുക്കണം. ഇതെല്ലാം നമുക്കൊരു ബോൾ പോലെ എടുക്കാൻ പറ്റും, ഒറ്റ ബോളായിട്ട് കേട്ടോ. അപ്പൊ ഇത് അല്പസമയം എടുക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് വരാം. അപ്പൊ ഞാൻ ഈ ഒരു ഷേപ്പിൽ ഈ മാവിനെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ മിക്സ് ചെയ്തുകൊണ്ടിരുന്ന മാവ് തന്നെ. അപ്പൊ ഞാൻ ഈ ഒരു ഷേപ്പ് എടുത്തിട്ടുണ്ട് കണ്ടോ. നേരത്തെ എങ്ങനെയായിരുന്നു, ഇപ്പൊ നമ്മളിത് ഏതൊരു രീതിയിൽ എടുത്താലും ഹൈ നല്ല രസമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു രീതിക്ക് വരും. അപ്പം ഇത് കുഞ്ഞു പിള്ളേരുള്ള വീട്ടിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേർക്ക് വേറെ പല പ്രതിമകളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ തോന്നും. നമുക്കിപ്പോ ഇത് നിങ്ങൾ വേറൊരു കാര്യം ചെയ്യണം കേട്ടോ. ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. ഇതിന് നമുക്കിനി ഒരു ഉണ്ടയാക്കി എടുക്കണം. അതാണ് എനിക്ക് ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള പണി. നമുക്ക് നോക്കാം. ഇത് വെറും ഒരു പരീക്ഷണം മാത്രമാണ്.
ഉരുട്ടി 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 നമ്മൾ കൊച്ചു പിള്ളേരുടെ തലയിൽ പിടിച്ചിങ്ങനെ തലോടാറില്ലേ സ്നേഹം കൊണ്ട്, അതേപോലെ അല്ല, അതാ വാവയ്ക്ക് വേദന എടുക്കാതെയാണ്, ഇതിന് വേദന എടുക്കും. അപ്പം നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളുടെ കോളം ഫോണിൽ വന്നു. ഓക്കെ ഗൈസ്, അപ്പം ഇത് ചെറുതായിട്ട് ഷേപ്പിൽ വ്യത്യാസമുണ്ട്. അത് കാരണം വേറെ ഒന്നുമില്ല, ഞാനിവിടെ നമ്മുടെ റേഷൻ കട എന്നുള്ള ആട്ടോ മാവിലാണ് ഇത് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് വരും. അപ്പം ഇനി നമുക്ക് ഇതിൽ എണ്ണ യൂസ് ചെയ്യാം. ഞാനിവിടെ എണ്ണ ഇവിടെ ഓക്കെ, എണ്ണയാണിത്. ഓയിൽ തൊടുക. ഇനിയാണ് നമ്മൾ കുഞ്ഞു പിള്ളേർ തലോടുന്ന പോലെ തലോടി വാവോ എന്ന് പറയില്ലേ, അതേപോലെ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് പണി തീരുന്നില്ല. നേരെ മറിക്കുക, ഇപ്പുറത്തെടുക്കുക, ഇപ്പുറത്ത് എണ്ണ ഇല്ല ഗൈസ്. ഓക്കെ വന്നു. ഓക്കെ ജസ്റ്റ് ഇങ്ങനെ ആക്കുക, മറിച്ചിടുക. ഓക്കെ അങ്ങനെ തന്നെ ഇരുന്നു. ഇനി ഒരു പാത്രം എടുക്കുക, ഇങ്ങനെ അങ്ങ് അടച്ചു വെക്കുക. ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് പോയിട്ട് വരാം. അപ്പം നമ്മുടെ മാവ് പാകപ്പെട്ടു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ എടുക്കണം. പല രീതിയിൽ എടുക്കാം കേട്ടോ, കത്തിയൊക്കെ വെച്ച് കട്ട് ചെയ്തൊക്കെ എടുക്കാം. ഞാനിവിടെ ഒരു കഷ്ണം എടുത്തു. ഇതിൽ നമുക്ക് എത്ര ഉള്ള പീസാണോ വേണ്ടത് അത്ര ഇങ്ങനെ എടുക്കണം. എത്ര ഉള്ള പൂരിയാണോ നമുക്ക് വേണ്ടത് അത് നമ്മുടെ മനസ്സിലൊരു കണക്കുണ്ടാവുമല്ലോ, ആ കണക്കിന് നോക്കിയിട്ട് മാവിങ്ങനെ എടുത്ത് രണ്ട് കയ്യിലും വെച്ച് അങ്ങനെ ബോളാക്കണം. നല്ല രീതിയിൽ, മാക്സിമം നല്ല രീതിയിൽ തന്നെ ബോളാക്കണം. ബോളാക്കിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിൽ എപ്പോഴും എണ്ണയുടെ അംശം ഉണ്ടാവണം, അല്ലെങ്കിൽ മാവെന്തിയും പൊട്ടി കയ്യിലൊക്കെ ഇരിക്കും. നമുക്ക് വീണ്ടും അതേപോലെ എടുക്കാം. ഇത് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ നോക്കണ്ട, കാരണം ഒന്ന് വലുതും ഒന്ന് ചെറുതായിട്ടൊക്കെ ഇരിക്കും. അപ്പം കറക്റ്റ് അളവിൽ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ എന്നെ പോലെ ഇരിക്കും. എന്നെ പോലെയല്ല, ഞാൻ ഈ ഉണ്ടാക്കുന്ന പോലെ ഇരിക്കും. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പരിപാടി. അപ്പം ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഈ പൂരി ഉണ്ടാക്കാൻ അറിയില്ലാത്തവരാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് പഠിക്കണം കേട്ടോ. ഇതാണ് സാധാരണപ്പെട്ട ഒരു പൂരി ഉണ്ടാക്കുന്ന രീതി. കടയിലൊക്കെ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ മാറ്റമുണ്ട്. അവിടെ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ചിലവർ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യും. പിന്നെ ഉണ്ടാക്കി നല്ല എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഇത് അല്പം വലിയുണ്ട് ആ ബോളായി. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഇത്രയും മാവ് ഇതൊന്ന് സെറ്റ് ചെയ്തോട്ടെ, എന്നിട്ട് ഞാൻ അടുത്ത പരിപാടി കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ നമ്മൾ പൂരി ഉണ്ടാക്കുന്നതിന്റെ അവസാനത്തെ ഭാഗത്തിന്റെ മുമ്പിലത്തെ ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കണ്ടതുപോലെ ഞാൻ എല്ലാ മാവും ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, എങ്കിലും മടുക്കുന്ന ജോലിയുമാണ്. അപ്പം ഒരു ബോൾ എടുക്കുക ആദ്യം. അതിനു മുമ്പ് ഇതാണ് പൂരി പ്രസ്. ഓക്കെ, നമ്മൾ ഓയിൽ ജസ്റ്റ് കൈ കൊണ്ട് തൊടുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ഫേഷ്യൽ ചെയ്ത് കൊടുക്കുന്ന പോലെ നമ്മളിങ്ങനെ എല്ലായിടത്തും വന്ന് ആക്കി കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മുട്ടത്തലയന്മാരിൽ നിന്നും ഒരാളെ എടുക്കുക, സെൻറ്ററിലോട്ട് വയ്ക്കുക, പതിയെ അടയ്ക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ മാറ്റം നിങ്ങൾ കണ്ടുകൊള്ളും. നല്ല ആരോഗ്യമുള്ളവരാണെങ്കിൽ ഒറ്റ പ്രസ്സിലൊക്കെ സെറ്റാവും. ഇത്രയൊക്കെ മതി, നോക്കാം. ഓക്കെ, അപ്പൊ പൂരി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോ ഇത് കണ്ടല്ലോ അല്ലേ? കടയിലുള്ള പോലെ വട്ടത്ത് വന്നില്ല, കാരണം ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഉരുട്ടുന്ന ബോളിന്റെ ഒരു ഇതായിട്ടൊക്കെ ഇരിക്കും. പിന്നെ പ്രസ്സും വലിയ പ്രസ്സാണെങ്കിൽ നന്നായിട്ടുണ്ടാവും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മൈദയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് വരും. ഞാനിവിടെ നമ്മുടെ സ്വന്തം ആട്ടോ മാവ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. പിന്നെ ഈ പൂരി ഉണ്ടാക്കുന്നതിന്റെ കാര്യം വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, ഉണ്ടാക്കാൻ ഭയങ്കര മടിപ്പായിരിക്കും, പക്ഷെ കഴിക്കാനാണെങ്കിലോ ഒരു മടിപ്പുമില്ല. അപ്പൊ അങ്ങനെയാണ്. നമുക്കിനി ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ വരാം.
ഗൈസ് അപ്പം വേറെ പരിപാടിയൊന്നുമില്ല ഗൈസ്, അവസാനത്തെ ഭാഗമാണത്. ഇതൊന്ന് വേറെ നമ്മൾ ഈ പരത്തിയെടുത്ത മാവിനെ ചൂടായ എണ്ണയിലിട്ടിട്ട് നമ്മുടെ ഇതാണ് നമ്മൾ പപ്പടം കുത്തിയെന്ന് നമ്മൾ പറയും. അപ്പൊ ഇത് വെച്ചിട്ട് കുത്തിയെടുക്കുക. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിത് ഏറ്റവും പാടുള്ള ഒരു പണിയാണ്. പപ്പയാണ് കേട്ടോ ഇത്ര സമയം ഇവിടെ ഇതായിരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വേഗം വരാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അജീഷ്. ബൈ.